قال النبي صلى الله عليه وسلم من قرأ سورة الكهف فهو معصوم 8 أيام من كل فتنة ومصيبة ومن شر الشيطان. എന്റെ നാട്ടുകാരെ, സാധുക്കളാണ് നമ്മൾ. തമാശകളൊക്കെ മാറ്റിവെക്കുന്നു. പലപ്പോഴും സൂറത്തുൽ കഹ്ഫ് ആഴ്ചയിൽ പ്രാവശ്യം ഓതാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് ഞാനും നിങ്ങളും. ഈ ഭൂമിയിലെ നഷ്ടകാരികളാണല്ലോ. വെള്ളിയാഴ്ച ദിവസം 15 മിനിറ്റ് വേണ്ട 10-12 മിനിറ്റ് കൊണ്ട് സൂറത്തുൽ കഹ്ഫ് ഓതി തീർക്കാൻ കഴിയും. അത് ഓതാൻ കഴിയാത്ത ഭാഗ്യം നഷ്ടവരാണല്ലോ സാധുക്കളായ നമ്മൾ. റസൂലുള്ളയാണ് പറയുന്നത്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി, ആരെങ്കിലും അൽ കഹ്ഫ് സൂറത്തോതിയാൽ ഫഹുവ മഅസൂമുൽ 8 അയ്യാം, 8 ദിവസം അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. മിൻ കുല്ലി ഫിത്നത്തിൽ വ മുസീബത്തിൽ വ മിൻ ശർരി ശൈത്താൻ, എല്ലാ ഫിത്നകളിൽ നിന്നും, എല്ലാ ആഫത്തുകളിൽ നിന്നും, പൈശാചിക ശർറുകളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. ഖാല റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലി, ഖാല റസൂലുള്ളാഹി. അല്ലാഹു ജീവിതത്തിൽ കണ്ണടയുന്നത് വരെ ഒറ്റ വെള്ളിയാഴ്ച അൽ കഹ്ഫ് മുടങ്ങാതെ ചൊല്ലാനുള്ള ഭാഗ്യം ചെയ്യട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. യുവാക്കളെ, കാരവന്മാരെ, ഉമ്മമാരെ, എല്ലാവരും ആണാവട്ടെ പെണ്ണാവട്ടെ, എല്ലാ വെള്ളിയാഴ്ച ദിവസം ഒരു 15 മിനിറ്റ് ഉമ്മമാരെ അൽ കഹ്ഫ് സൂറത്ത് ഓതിക്കോളി. അൽ കഹ്ഫ് സൂറത്ത് വീട്ടിൽ ഓതിക്കോളി. ഒരു ഉമ്മ ഒരു സംശയം ചോദിച്ചു. അത്രേ കുട്ടികളോട് പറഞ്ഞു, വെള്ളിയാഴ്ച ജുമഅക്ക്, ജുമഅ അത് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ പതിവ് നമ്മൾ ജുമഅ കഴിഞ്ഞ് പോയിട്ടേ വീട്ടിൽ ഉമ്മമാര് ദൂരസ്കരിക്കുള്ളൂ. അങ്ങനെ ഉണ്ടപ്പോ പണ്ടുണ്ടായിരുന്ന സ്വഭാവം. അത് നല്ല നടപ്പല്ല. അതൊക്കെ പഴയ മാമൂല്, ചില നാട്ടുമാമൂലായിട്ടൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച ജുമഅയുടെ സമയമായി കഴിഞ്ഞ ഉമ്മമാരെ, നിങ്ങൾ ദുഹുർ നിസ്കരിച്ചിട്ട് സ്വലാത്തും ഒക്കെ ചൊല്ലിയിരിക്കന്നെ. ആ ടൈം വളരെ വിലപ്പെട്ടതാ. പിന്നെ എന്താ നിങ്ങള് പഴയ കാലത്ത് ഉറപ്പില്ല, മൈക്കിലൂടെ ഒന്നും ബാങ്ക് വിളിച്ച് ആ ശബ്ദം കേൾക്കില്ലല്ല. അപ്പൊ ഉറപ്പ് വരുത്താൻ വേണ്ടി വീട്ടിലുള്ള ഉമ്മമാര് ഇരിക്കും. ഇപ്പൊ ഉറപ്പുണ്ടെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് നിർവഹിക്കാം. വീട്ടുകാരൊക്കെ വീട്ടിൽ വന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ആദ്യം തന്നെ നിസ്കരിച്ചോളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനിയോ വീട്ടിൽ ശൈത്താൻ, അൽ കഹ്ഫ് സൂറത്തോതുന്ന ഒരു വീട്ടിലും ശൈത്താൻ പ്രവേശിക്കുകയില്ല. അൽ ബൈത്തുല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ കഹ്ഫി ലാ യദ്ഖുലുഹു ശൈത്താൻ തിൽക്കൽ ലൈലാ. ഖാല റസൂലുള്ളാഹി, സൂറത്തുൽ കഹ്ഫ് ഓതുന്ന വീടുകളിൽ ആ രാത്രി ഒരു പിശാചും വീട്ടിൽ വരികയില്ല. ത്വാഹ റസൂലുള്ളാഹി. വീണ്ടും റസൂലുള്ള പറഞ്ഞു, ഹമ്മുകൾ, മനപ്രയാസങ്ങൾ അങ്ങ് തുടങ്ങിയിട്ട് മുസ്ലിമീങ്ങളെ ഖബർ ശിക്ഷയെ തൊട്ട് അല്ലാഹു കാത്തുകളയും. സൂറത്തുൽ കഹ്ഫ് ഓതുന്നേ. ഞാൻ ഇപ്പൊ എന്നെ സമയം 9:30 നോക്കി. നിങ്ങൾ റസൂലുള്ള ഇങ്ങനെ പറഞ്ഞ ആശയങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖറഅ ബിഹാ ഉഅതിയ നൂറൻ ബൈന സമാഇ വൽ അർളി വവുഖിയ ബിഹാ മിൻ ഫിത്നത്തിൽ ഖബരി. അൽ കഹ്ഫ് സൂറത്ത് എല്ലാ വെള്ളിയാഴ്ച ഓതുന്നവരെ ഖബർ എടുക്കൂല. എവിടെ കിടന്നാലും ഖബർ ഇടുക്കിക്കല്ല. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. എന്തിനാണ് എൻ്റെ സഹോദരിമാരെ ഒഴിവാക്കരുത്? എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരൊറ്റ സ്ത്രീകളിൽ ഒരു ഉമ്മ, ഒരു പെങ്ങൾ ആരും ഒഴിവാക്കരുത്. അൽ കഹ്ഫ് സൂറത്ത് ഓതിക്കോളി. അറിയാത്തവർ സ്വലാത്ത് ചൊല്ലിക്കോളി. അതും ഞാൻ നിങ്ങളോട് പറയാം. അൽ കഹ്ഫ് സൂറത്ത് അറിയുന്നവർ അത് ഓതുക. നരകശിക്ഷയിൽ നിന്ന്, അതുപോലെ തന്നെ ദജ്ജാലിനെ തൊട്ട്, വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലേ, നമ്മൾ പണ്ട് തുടങ്ങിയതാണ് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അപ്പൊ വല്ലാത്ത ദജ്ജാൽ, വല്ലാത്ത സാധനാണത്. എത്ര കാലായി ഇപ്പൊ തുടങ്ങിയിട്ട് ദജ്ജാലിന്റെ ഫിത്ന എത്ര കാലായി? ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ള പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമൽ ജുമുഅ ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ. അല്ലാഹു കാക്കട്ടെ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അൽ കഹ്ഫ് സൂറത്ത് ഓതുന്നവരെ രക്ഷപ്പെടുത്തും. ദജ്ജാലിന്റെ ഫിത്ന അത് വലിയ നാശമാണ്. ഇന്നമിൽ ഫിത്നത്തി ദജ്ജാൽ അന്ന മഅഹു ജന്നതൻ വനാറാ ഫനാറുഹു ജന്ന വജന്നതുഹു നാറുൻ. എന്താണ് ദജ്ജാലിന്റെ ഫിത്ന അറിയോ? അവന്റെ അരികിൽ സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്.
ദജ്ജാലിന്റെ കയ്യിൽ സ്വർഗവും നരകമുണ്ട്. അവന്റെ സ്വർഗം നരകാണ്, അവന്റെ നരകം യഥാർത്ഥത്തിൽ സ്വർഗവുമാണ്. വല്ലാത്ത സാധന ജന്തുവാണത്. ആ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാക്കും സൂറത്തുൽ കഹ്ഫ് ഓതുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇനി അതിലും വലുത് കേൾക്കണോ? മുസ്ലിമീങ്ങളെ, മാറാവ്യാധികൾ, ക്യാൻസർ ഇവിടെയാണ്. 25 ലക്ഷം കൊടുത്തിട്ട് ക്യാൻസർ രോഗം മാറ്റാൻ പറ്റുമോ? എന്നാ സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ട് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ട് അല്ലാ എന്നെ മാറാവ്യാധി രോഗം നിന്ന് പരീക്ഷിക്കരുത് അല്ലാ, ഒന്ന് ദുആ ചെയ്ത റബ്ബ് സലാമത്താക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മാറാവ്യാധികളെ തൊട്ട് മൻ ദാവമ സൂറത്തുൽ കഹ്ഫി ഫീ കുല്ലി യൗമിൽ ജുമുഅ ഉഫിയ മിനദ്ദാഇ വൽ ബറസി വൽ ജുദാം വസല്ലാ അലൈഹി 70,000 മലക്കിൻ. സൂറത്തുൽ കഹ്ഫ് പതിവാക്കുന്ന ഏതു മനുഷ്യന്മാർ അവന് കുഷ്ഠരോഗം വരില്ല, കിഡ്നി സംബന്ധമായ രോഗം വരില്ല, ക്യാൻസർ പോലെ രോഗം അതിനെ അള്ളാഹു രക്ഷപ്പെടുത്തും. അവന് 70,000 മലക്കുകൾ ദ്വാരക്കും ചെയ്യും. പോരെ നാട്ടുകാരെ, പോരെ? അൽ കഹ്ഫ് സൂറത്ത് പതിവാക്കുന്നവർക്ക് എല്ലാ വെള്ളിയാഴ്ചയും 70,000 മലക്കുകൾ അവന് ദ്വാരക്കുന്നുകൊണ്ടിരിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ.